വഞ്ചിപ്പാട്ട് കേൾക്കുന്നല്ലോ. ആ, കുറ്റിക്കാട്ടിലെ ചന്ദനച്ചോലയിൽ നിന്നാ. കാണാൻ ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചിണ്ടൻ മുയലും എലിപ്പെണ്ണും. ഓളങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ് പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി. വാ, നമുക്ക് ഈ ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം. വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം. വയറ് പൊട്ടുന്ന പോലെ മുട്ടനൊരു ഉച്ചഭക്ഷണവും തട്ടി കടുവാച്ചേട്ടൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉച്ചമയക്കം പതിവുള്ളതാ. ഒരു ഈച്ചയ്ക്ക് കാതിൽ വന്ന് കിന്നരിക്കാൻ അപ്പോഴാ സമയം കിട്ടിയത്. പോടാ പോ എന്ന് കൈ വീശി ഈച്ചയെ ആട്ടി ഓടിച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ, മുഖത്തൊരു കടി. കടുവാച്ചേട്ടന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അരിശക്കാരൻ കടുവാച്ചേട്ടൻ ദേഷ്യം വന്നിട്ടലർന്നു. അരിശക്കാരൻ കടുവാച്ചേട്ടൻ ദേഷ്യം വന്നിട്ടലർന്നു. എന്റെ മുഖത്ത് കടിച്ചവനാരാ, ഇന്നവനെ ഞാൻ ശരിയാക്കും. മൂക്കിലിരുന്നൊരു റുമ്പ് പറഞ്ഞു, ഞാനിവിടുണ്ട്, ഞാനിവിടുണ്ട് പോട്ടെന്ന. കുറ്റിക്കാട്ടിൽ തല പുകഞ്ഞ് ആലോചിക്കുന്ന കുറെ സയന്റിസ്റ്റുകളുണ്ട്. അവർ നിരന്തര ഗവേഷണത്തിലാണ്. പലതും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈയിടയ്ക്കാണ് അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത്. ഉടനടി ഒരു റോക്കറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തായോ എന്തോ. നമസ്കാരം. ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ. അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത്. എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത്? നമസ്കാരം. അതിപ്പോ ഒരു 5-6 രാജ്യങ്ങൾ ചന്ദ്രനിലോട്ട് പോയിട്ടുണ്ട് ഈ ഹീലിയം എടുക്കാൻ വേണ്ടിയിട്ടേ. അയ്യോ, ഹീലിയം അല്ല, ഹീലിയം. പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത്? അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അല്ല, നമുക്ക് ഈ പ്രയോജനമുള്ള വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റോക്കറ്റ് വിട്ടതേ. കുഴപ്പമില്ല, പോകുന്നുണ്ട്. എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത്? സിമ്പിൾ അല്ലേ. അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം. എവിടുന്ന്? ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ, അവിടുന്ന്. എന്നിട്ട് അതിനകത്ത് ഡ്രൈവറെ കയറ്റി ഇരുത്തും. അത് കഴിഞ്ഞ്
ഈ റോക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരൊറ്റ വിടിയില്ല. അല്ല, ആരാ ഇതിന്റെ ഡ്രൈവർ? അതെ, നമ്മുടെ എലുമ്പൂസലി. അവനെ ഈ ഭൂമിയിൽ നിന്ന എനിക്ക് ഭയങ്കര ശല്യമാ. അതാ അവനെ ഡ്രൈവറാക്കിയത്. ഓ മൈ ഗോഡ്! അയ്യോ, എല്ലാവരും ഓടി രക്ഷപ്പെടണേ! അയ്യോ, എന്ത് പറ്റി? അയ്യോ, ശൂന്യാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട്. ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം. പിള്ളേരെ, നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ? അയ്യോ, ഇനി എന്ത് ചെയ്യും? അയ്യേ, എന്താ പറ്റി? അതെ, മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറിൽ വന്ന് വീണതാ. സോറി. ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞു. ഒരു മിനിറ്റ്. ഓവർ. മോനെ എലി എലുമ്പൂസേ, നീ എവിടെ എത്തി? ഓവർ ചന്ദ്രണ്ണ, ഞാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ചുറ്റിനും നിറച്ച് ബോളാണ്. എടാ, അത് ബോളല്ല, ഗ്രഹങ്ങളാ, ഗ്രഹങ്ങൾ. ചന്ദ്രന് ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതാന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്നെണ്ണ. മോനെ, ആ വെള്ള കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ. ആ ബോളിന്റെ നേരെ വിട്ടോ. മോനെ, ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ചന്ദ്രനിൽ ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ. ചന്ദ്രന, എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്? ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എൻ്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച്. അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് കണ്ടുപിടിച്ചത്. ഓ, ഭയങ്കര കണ്ടുപിടുത്തം തന്നെ. പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഉണക്കമീൻ, വറുത്തമീൻ, പച്ചമീൻ, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ. താങ്ക് യു. ഒരു മിനിറ്റ്. പോകുന്നുണ്ട്. അയ്യോ, ഓവർ. മോനെ എലി എലുമ്പൂസേ, നീ ഹെൽമെറ്റ് എടുത്ത് തലേ വെക്ക്. പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. മോനെ എലി എലുമ്പൂസേ, മോനെ, അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ. റോക്കറ്റ് എവിടെ എത്തി? 1/2 മണിക്കൂറിനുള്ളിൽ ചന്ദ്രനിലെത്തും. എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ? അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ്. അയ്യോ, അതെന്തിനാ? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് തലകറക്കത്തിൻ്റെ അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ. ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ? ഒരു മിനിറ്റ്. എലുമ്പൂസിൻ്റെ ഫോണാണല്ലോ. അവൻ ചന്ദ്രനിൽ എത്തിയെന്നാ തോന്നേ. ഹലോ ചന്ദ്രന, രക്ഷിക്കണേ. എടാ മോനെ, എന്ത് പറ്റി? അയ്യോ, ചന്ദ്രൻ എത്താറായപ്പോഴേക്ക് പെട്രോൾ അങ്ങ് തീർന്ന്. ഞാൻ വന്നതിനേക്കാൾ സ്പീഡിൽ താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എടാ മോനെ, നീ ബ്രേക്ക് ചെയ്യോട്ട്. അയ്യോ, ബ്രേക്ക് എവിടെ? ബ്രേക്ക്? അയ്യോ, ബ്രേക്ക് എവിടെ? എടാ മോനെ, നീ ആ ചൊവ്വയിലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കടാ. അയ്യോ, ചൊവ്വയൊക്കെ എപ്പോഴേ കഴിഞ്ഞ് ഭൂമിയിൽ എത്താറായി. ചന്ദ്രന, രക്ഷിക്കണേ. അയ്യോ, എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്. ചങ്ങാതി ചീത്തയായാലോ നമ്മുടെ ആമച്ചാർക്ക് പറ്റിയതുപോലാകും. എന്താ ആമച്ചാർക്ക് പറ്റിയതെന്ന് അറിയണ്ടേ? വഴിയിൽ ഒരിടത്തിരുന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് ആമച്ചാർ. അതുവഴി വന്ന് താറാവിന് സങ്കടമായി. പാവം, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആമച്ചാർ എന്തിനാ കരയുന്നേ? ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി ചെന്ന താറാവമ്മ ആമയ്ക്ക് പറ്റിയ അക്കിടി കേട്ട് ഞെട്ടിയിരുന്നു പോയി. എന്താ കരയുന്നത് അമ്മച്ചാരെ? എന്നൊന്നും തിന്നാൻ കിടച്ചതില്ലേ? എന്താ കരയുന്നത് അമ്മച്ചാരെ? എന്നൊന്നും തിന്നാൻ കിടച്ചതില്ലേ? എന്തു പറയാനാ താറാവമ്മേ? കാലത്തെനിക്കൊരു മളി പറ്റി. കുട്ടൻ കഴുത കരിമ്പു തിന്നാൻ നാട്ടിലെ തോട്ടത്തിൽ പോയ നേരം കൂട്ടത്തിൽ ഞാനും കൂടിപ്പോയി. കുട്ടൻ കഴുത കരിമ്പു തിന്നാൻ നാട്ടിലെ തോട്ടത്തിൽ പോയ നേരം കൂട്ടത്തിൽ ഞാനും കൂടിപ്പോയി. നാട്ടുകാരെന്നെ പുതിരത്തല്ലി. ചേരുന്ന ചങ്ങാതി നോക്കി
ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും കുതിച്ചു പായുന്ന തീവണ്ടി. ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചിലർക്കേ കഴിയൂ. ആർക്കാണെന്നോ? കുഞ്ഞിത്തവളകൾക്ക്. അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു മാളത്തീവണ്ടി. കുറ്റിക്കാട്ടിൽ ചുറ്റിയടിക്കും മാളുച്ചേച്ചി വരുന്നേ പോരുന്നു. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, കുടുകുടുപായും പാമ്പൻ തീവണ്ടി. ടിക്കറ്റൊന്നും വേണ്ട, ലൈറ്റും ഹോണും വേണ്ട, ചക്രം പോലും വേണ്ടേ വേണ്ട, സ്റ്റേഷൻ മാസ്റ്റർ കൊടിയും കാട്ടേണ്ട. പാളം കേറാതോടാം, പാട്ടും പാടിപ്പായാം, ആ വഴി ഈ വഴി ഓടി വരുന്നേ അടിപൊളി വണ്ടി മാളുത്തി വണ്ടി. കുറ്റിക്കാട്ടിൽ ചുറ്റിയടിക്കും മാളുച്ചേച്ചി വരുന്നേ പോരുന്നു. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, കുടുകുടുപായും പാമ്പൻ തീവണ്ടി. കൂട്ടുകാരെ, നമ്മുടെ കുറ്റിക്കാട്ടിൽ ഒരു സ്കൂളുണ്ട്. കുഞ്ഞിത്തവളയും എലുമ്പനീർക്കോലിയും ജാടക്കാരി മയിലും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പിയടിക്കുന്ന കാക്കച്ചിയുമൊക്കെയുള്ള സ്കൂൾ. ഇവർക്ക് ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ കയറില്ല. എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു. ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത്. നമുക്ക്